നമസ്കാരം. മിനിസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അവിൽപുട്ട് ഉണ്ടാക്കിയാലോ? വളരെ വ്യത്യസ്തമായ രീതിയിൽ നല്ല സ്വാദോടു കൂടിയ അവിൽപുട്ട് നമുക്കെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അവിൽപുട്ട് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഇതിലേക്ക് 3 ഗ്ലാസ് അവിലാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഈ 3 ഗ്ലാസ് അവിൽ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് എടുത്ത് നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഇത് ഒരു ചെറിയൊരു മീഡിയം ഫ്ലെയിമിൽ വറുത്താൽ മതി. നമുക്കിത് കുറച്ചൊരു വറവ് പാകായിനോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് വെച്ചാൽ ഇത് കയ്യിൽ പിടിച്ചിങ്ങനെ അമർത്തുമ്പോൾ ഒരു പൊടിയിനൊരു സൗണ്ട് കേൾക്കാം. അപ്പോൾ നമുക്കിത് മനസ്സിലാക്കാം ഇത് ഏതാണ്ട് വറവായിട്ടുണ്ടെന്ന്. ഒരു 10 മിനിറ്റ് നമുക്കിതിനെടുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിതിനെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ഒരു ഗ്ലാസ് ഉപ്പ് വെള്ളമാണിത്, കറക്റ്റായിട്ട് ഉപ്പ് വെള്ളം എടുത്തതാണ്. അപ്പോൾ ഈ ഉപ്പ് വെള്ളവും ഇതും അവിലും കൂടെ ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് ഏതാണ്ടൊക്കെ നന്നായി കുഴഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് തേങ്ങ ചിരകിയതും അവിലും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിതിപ്പോൾ ഇതിലേക്ക് ഇത് കറക്റ്റ് വെള്ളമാണെന്ന് അറിയണമെങ്കിൽ നമ്മളിതൊന്ന് ഈ അവിലൊന്ന് കയ്യിലെടുത്ത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതിലൊക്കെ വെള്ളം കറക്റ്റാണ്, നന്നായി കുഴഞ്ഞു വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതും നമുക്കൊരു 10 മിനിറ്റ് സമയത്തേക്കാണ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കാം. എന്ന് വെച്ചാൽ ഞാനൊരു കുക്കറിൽ അല്പം വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചൂടാകുമ്പോൾ നമുക്ക് പുട്ട് തയ്യാറാക്കാം. ഞാനിവിടെ പുട്ട് തയ്യാറാക്കുന്നത് ചിരട്ടയിലാണ്. ഇത് ഞാൻ തന്നെ തയ്യാറാക്കിയെടുത്തതാണ്. നമ്മൾ കളയാൻ വയ്ക്കുന്ന ചിരട്ടി ഉണ്ടാവുമല്ലോ, നമ്മൾ കത്തിയെടുത്ത് ഇങ്ങനെ ചിരണ്ടി കളഞ്ഞ് ഇതിന് 3 കണ്ണുണ്ടല്ലോ, അതിലൊരു ഹോളാക്കി അങ്ങനെ ഞാൻ തന്നെ ഇത് തയ്യാറാക്കിയതാണ്. നിങ്ങൾക്കില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടും. അപ്പോൾ നമുക്കിത് പുട്ട് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് നമുക്ക് സ്വല്പം തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മളിവിടെ കുഴച്ച് വെച്ച നമ്മുടെ അവിലും കൂടെ ഇതിലേക്ക് ചേർക്കുക. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങയും കൂടി ഇങ്ങനെ തൂക്കി കൊടുക്കുക. ആയിട്ടുള്ള അടപ്പ് കൊണ്ട് തന്നെ അതിൻ്റെ വാവൊന്ന് മൂടി കൊടുക്കുക. അപ്പോൾ ഒരു 3 മിനിറ്റ് നമുക്കിങ്ങനെ ഈ പുട്ടിനെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളെ പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ചിരട്ട നമുക്ക് കൈ കൊണ്ട് എടുക്കേണ്ടതല്ലേ, അപ്പോൾ കുറച്ച് ചൂടുണ്ടാവും. നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അവിൽപുട്ട് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ അവിൽപുട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്, നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. നിങ്ങളിത് ആക്കി നോക്കാം.